ഫ്രണ്ട്സ് വലുതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻട്രോ തന്നെ ഞങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. വണ്ടിൻ്റെ ഓവറോൾ ഒരു പകൽ സമയത്തിലൊക്കെ ഇത് രാത്രി എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ്, പകൽ സമയം കിട്ടാത്തത് കൊണ്ടാണ് രാത്രിയിൽ എടുക്കുന്നത്. നാളെ പകലായി കൊണ്ടും വർക്കിലേക്ക് തരും, വണ്ടി ഒന്ന് ഷോപ്പിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഇതിപ്പോൾ വീട്ടിലെ കാര്യം ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തേക്കുന്ന ഷോപ്പിലേക്ക് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ഡെലിവറി ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് വീടെടുക്കാൻ സമയം കിട്ടിക്കോളണമുള്ള നാളെ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി എടുക്കാറുണ്ട്. അതിൻ്റെ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഏതായാലും പകലെടുത്ത് വെച്ച ഒരു വീഡിയോൻ്റെ ചെറിയ ഷോർട്സ് നിങ്ങളതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഏകദേശം എൻ്റെ ഷോർട്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നൊരു ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു. എന്നാൽ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഇൻഫർമേഷൻ കൂടെ പല ആളുകൾ പല രീതിയിൽ പല ഫോട്ടോസ് കണ്ടിട്ട് നമുക്ക് അയച്ചു തരുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പം നിങ്ങൾക്ക് അതിലേക്ക് ആ വണ്ടി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം എക്സ്പെൻസ് വരും എന്നുള്ള നിങ്ങളകത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വണ്ടിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഇതാണ്. എന്തിനാലും യൂസ് ഈ വണ്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ വേറെ തന്നെ യാതൊരു സംശയമില്ല. CI എഞ്ചിൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുള്ളറ്റിൻ്റെ ആ ഒരു പഞ്ച് താരതമ്യം ഇല്ലാതായി എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് മിക്കവാറും ആളുകൾ ഈ വണ്ടി എടുത്തിട്ട് റീസ്റ്റോർ ചെയ്തിട്ട് കൊണ്ടെടുക്കാനുള്ള കാരണം. അത് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കോസ്റ്റ് നമുക്ക് എന്തായാലും വരും, യാതൊരു സംശയവും ഇല്ല. നമ്മൾ അതായത് റോയൽ എൻഫീൽഡ് എന്ന വണ്ടി, ഈ ഒരു വണ്ടി ഏതൊരു വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഏതൊരു ബൈക്കാണെങ്കിലും റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫിക്സഡ് റേറ്റ് ഉണ്ടാവും. പെയിൻറ്റിങ്, സെറ്റിങ്, നിക്ലിങ് എന്നുള്ള ഫിക്സഡ് ഏകദേശം റേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ പറയാൻ പറ്റും. ബട്ട് ഒരു വണ്ടി എന്തൊക്കെ റീപ്ലേസ് ചെയ്യണമെന്നനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ പ്രൈസ് ഹൈയും ലോവും വരിക. ഒരു മീഡിയം ലെവലിൽ ചെയ്യുന്ന ആളുകൾ മീഡിയം ലെവലിൽ ചെയ്യുക, ആ ഒരു വണ്ടിയുടെ കണ്ടീഷൻ മീഡിയം ലെവലിലാവും. അതല്ല കമ്പനി റീപ്ലേസ് സെക്ഷനിലേക്ക് പോകുന്ന സമയത്താണ് പ്രൈസ് വരിക. ഇത് അത്യാവശ്യം ഒരു റേറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതിനകത്തൊക്കെ എന്തൊക്കെ മാറ്റിയെന്നെല്ലാം പറയാം. അപ്പോൾ നിങ്ങളെ വണ്ടി ഈ ഒരു കണ്ടീഷനിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എത്ര ആവുന്നുള്ള ധാരണ കിട്ടുന്നുള്ളതാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടത് എനിക്ക് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ക്ലാസിക് വണ്ടിയായിരുന്നു. BS3 വരുന്ന റെഡ് കളർ ക്ലാസിക്, ഫസ്റ്റ് വന്നൊരു മെറൂൺ കളർ ഉണ്ടല്ലോ, ആ ഒരു റെഡ് കളർ ക്ലാസിക് ആയിരുന്നു വണ്ടി. അപ്പോൾ കസ്റ്റമർ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സ്റ്റാൻഡേർഡിൽ കൺവേർട്ട് ചെയ്യാന്നുള്ള CI എഞ്ചിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് അയച്ചത്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടാണ് ഈ വണ്ടിയുടെ ബാക്കിലേക്ക് മാറ്റുക എന്നുള്ളത്. 500 സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ചെയ്തത്. CI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മഡ്ഗാർഡ് കുറച്ച് ഷോർട്ടനാണ്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ചില ആളുകൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ അലവിൽ ഇഷ്ടമുണ്ടാവില്ല, ചിലപ്പോൾ കളർ ഇഷ്ടമുണ്ടാവില്ല, അതല്ല എങ്കിൽ വരുന്ന ഒരു ഔട്ട്ലുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ഓരോരുത്തർക്ക് പിന്നെ സൗന്ദര്യത്തിൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായി കണക്കിലുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കസ്റ്റമർ എന്താണോ പറയുന്നത്, കസ്റ്റമർക്ക് എന്താണ് പ്രിഫറൻസ്, അത് ചെയ്യാന്നുള്ളൂ. അതല്ലാതെ നമ്മൾ എൻ്റെതായ സ്വയം തീരുമാനം എടുത്തിട്ടൊരു വണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യില്ല. മാക്സിമം അവരോട് ചോദിച്ചിട്ട് ഏതെങ്കിലും പറ്റ ഒരു വൃത്തികേടാവുന്ന രീതിയിലാണെങ്കിൽ ഞാൻ പറയും അതങ്ങനെ ആ വണ്ടിയുടെ ഔട്ട്ലുക്ക് അങ്ങനെ വരും എന്നുള്ള പറഞ്ഞായിട്ട് അത് തിരുത്താറുണ്ട്. അതല്ലാതെ ഏകദേശം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ എന്നിരുന്നാലും ഇതിൽ അലവീൽസ് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടാവും, സ്പോക്ക് വീലാണെന്ന് താല്പര്യമുള്ള ആളുകളുണ്ടാവും. അത് ഈ കസ്റ്റമറിന് അലവീൽസാണ് ഇഷ്ടം, ഈ ലുക്കാണ് ഈ കസ്റ്റമറിന് ഇഷ്ടം, അതുകൊണ്ട് ചെയ്തു കൊടുക്കുന്നത് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇതൊരു വണ്ടി ഇതെല്ലാം നമുക്ക് പൊതുവെ കോമണേഴ്സിനെ ഇഷ്ടപ്പെടുത്തിക്കൂടെ ഒരു വണ്ടി ഓൾട്ടർ പിന്നെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടോളണമെന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വണ്ടിയുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണല്ലോ. എനിക്കാണെങ്കിലും ഇപ്പോൾ കാണുന്ന വ്യൂവേഴ്സിനാണ് വ്യത്യസ്ത ഡിഫറെൻറ്റ് ആംഗിളിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആക്കണം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അന്ന് ചെറിയ വിഷയം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു മഡ്ഗാർഡ് കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചില ആ ഒരു സമയത്ത്. അപ്പോൾ ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ സാധനം കിട്ടി. അപ്പോൾ സ്പെയർ പാർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ചില സമയത്ത് സ്പെയർ അവൈലബിലിറ്റി വളരെ കുറവാണ്. അതിൻ്റെ ഏറ്റവും വലിയ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കിസ്റ്റ്, അതായത് ഹോൾസെയിൽ സ്റ്റോക്കിസ്റ്റുകൾ, ഏരിയ സ്റ്റോക്കിസ്റ്റുകൾ ഒന്നും തന്നെ ഫാസ്റ്റ് മൂവിങ് പാർട്സ് കഴിച്ചിട്ട് ബാക്കിയുള്ള പാർട്സ് ഒന്നും കമ്പനി ഓർഡർ ചെയ്ത് വരുത്തി വെക്കുന്നില്ല എന്നുള്ളതാണ്. ഡെഡ് സ്റ്റോക്ക് ആവാൻ സാധ്യതയുള്ള ഒരു പാർട്സും ഡെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വളരെ റെയർ. നമ്മളെ റീസ്റ്റോറേഴ്സ് മാത്രം ഉപയോഗിക്കുന്ന ചില പാർട്സുകൾ, നമ്മൾ വണ്ടി അയച്ച് പണിയോ മാത്രം ആവശ്യമുള്ള ചില പാർട്സുകൾ, ആ ഒരു പാർട്സുകൾ ചോദിച്ചു പോയ സാധനം കിട്ടില്ല. അത് കിട്ടാൻ ചില സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ ചെറിയ പാർട്സിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ട് ഞാൻ സാധനം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ വരുന്നുണ്ട്. അതിന് മെയിൻ കാരണം സ്റ്റോക്കിസ്റ്റ് ഓൺലി ബിസിനസ്സായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് നമ്മളെ കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണെങ്കിലും ബുള്ളറ്റ് കസ്റ്റമേഴ്സിന് മാക്സിമം സ്പെയർ ലഭ്യമാക്കി കൊടുക്കുമെന്ന് ചിന്താഗതിന് അതീതമായിട്ട് അവർക്ക് ഫാസ്റ്റ് മൂവിങ് പാർട്സ് മാത്രം വരുത്തി പെട്ടെന്ന് സെയിലാക്കി ഒരു പാർട്സും പോവാതെ സാധനങ്ങളൊന്നും വെക്കേണ്ട എന്നുള്ളത്, ആരെങ്കിലും ചോദിച്ചൊന്നുമില്ല എന്ന് പറയുക എന്നുള്ളതാണ് ഇപ്പം കൈമാറുന്ന ഒരു സ്വഭാവമാണ്. അല്ലെങ്കിൽ ഇല്ല, സപ്ലൈ അല്ല എന്ന് പറയും, പക്ഷെ ആ സാധനം വേറെ എവിടെയെങ്കിലും കിട്ടും. അങ്ങനെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ അന്വേഷിച്ചെത്തുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ റീസ്റ്റോറേഴ്സ് സംബന്ധിച്ചിടത്തോളം എല്ലാവരും റീസ്റ്റോർ ചെയ്യുന്ന ആളെ വീഡിയോ കാണാൻ അവർക്ക് മനസ്സിലാവുന്നൊരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചില പാർട്സുകൾ കിട്ടാൻ. അപ്പോൾ ഇത്
നെക്ക് ടൈപ്പ് കോളർ ടൈപ്പ് ടാങ്കാണ് പഴയ മോൾ ഫസ്റ്റ് വന്നിട്ടുള്ള BS3 വന്ന കോളർ ടൈപ്പ് ടാങ്കാണ് ഇതിലേക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ലൈറ്റ് കളേഴ്സ് പക്ക ലൈറ്റ് കളേഴ്സ് ഒക്കെ അടിച്ച് ഒരു വൃത്തികേടാണ് ഈ ഒരു ടാങ്കിന്. കാരണം ഈ ഒരു ടാങ്ക് ലൈറ്റ് കളേഴ്സ് അടിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു വൃത്തികേടേ തോന്നുള്ളൂ. തന്നെ കുറച്ചൊരു ഗ്രീൻ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേറെ ഗ്രീനിലേക്ക് കുറച്ചൊരു ഡാർക്ക് ഗ്രീനിലേക്ക് മാറ്റിയതാണ്. ലൈറ്റ് ഏകദേശം ലൈറ്റ് ഗ്രീൻ ആയിരുന്നു പിന്നെ എന്നോട് കസ്റ്റമർ പറഞ്ഞിരുന്നത്. അതിനേക്കാളും കുറച്ച് ഡാർക്ക് ആക്കാനുള്ള കാരണം ടാങ്കിന്റെ കോളർ കാണുന്ന സമയത്ത് ചെറിയ വൃത്തികേടായി ഫീൽ ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ പറ്റ അട്രാക്റ്റീവ് കളർ ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അല്ല അങ്ങനത്തെ ഒരു ക്യൂട്ട് ടാങ്ക് ഒന്നുമല്ല, എന്നാലും ചെറിയ ടാങ്ക് തന്നെയാണ് കുറച്ചൊരു കാണാൻ ഭംഗിയെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടാറുണ്ട്. അതുകൊണ്ട് ചെറിയ ടാങ്ക് തന്നെയാണ് മുമ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെയ്തേക്കുന്ന ബാക്കാണ് നമ്മൾ കംപ്ലീറ്റ് മാറ്റം വരുത്തിയേക്കുന്നത്. മഡ്ഗാർഡിൻ്റെ സ്റ്റേ, സരി ഗാർഡ്, പിന്നെ ഷോക്ക് ആബ്സർ എനിക്ക് മാറ്റാനായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഷോക്ക് ആബ്സറെ മാറ്റിയിട്ടുള്ളൂ. ഒരു ഷോക്ക് ആബ്സർ കുഴപ്പമില്ല, ഷോക്ക് ആബ്സർ കംപ്ലീറ്റ് പോയതാണ്, അത് മാറ്റിയിട്ടുണ്ട്. രണ്ടും മാറ്റാനാണ് എനിക്ക്. ഷോക്ക് ആബ്സർ എപ്പോഴും മാറ്റുക, രണ്ടും ബോത്ത് മാറ്റുക. കാരണം നമുക്ക് എവിടെ കോസ്റ്റ് കട്ട് ചെയ്യാൻ കഴിയുന്നുള്ള മാക്സിമം കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ കോസ്റ്റ് കട്ട് ചെയ്യാം. തുടക്കത്തിൽ ഞാൻ എങ്ങനെ കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ കട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ചില കസ്റ്റമൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ കസ്റ്റമൈസ് ഉണ്ട്. മാക്സിമം ചുരുക്കി ചെയ്യണം എന്നുള്ളൂ. അപ്പം ഞാൻ ചില ആളുകൾ ഈ കസ്റ്റമർ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ മാക്സിമം നിങ്ങൾ ഔട്ട് കൊടുക്കുക, മാക്സിമം ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കൽ മാത്രമേ ക്യാഷ് മുടക്കുള്ളൂ. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാറ്റുന്ന കാര്യങ്ങൾ മാറ്റി തന്നെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടായി. കാരണം മാക്സിമം നമ്മൾ മാറ്റിയിട്ട് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ആകും എന്നുള്ളത് ഞാൻ പറഞ്ഞ പൈസ വരും, ബുദ്ധിമുട്ടാവും എന്നുള്ള ആദ്യം ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പം ബില്ല് കേട്ടപ്പോൾ ചെറുങ്ങനെ ഒരു ഞെട്ടലും കസ്റ്റമർ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഓക്കെ. അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പാർട്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള ബില്ലും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. അത് ഒറിജിനൽ പാർട്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇതിലാകെ ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചെന്നുള്ള സൈലൻസർ HK സൈലൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ശബ്ദം വേണം എന്നുള്ള അടിസ്ഥാനത്തിന് HK ബ്രാൻഡിനെ കുറിച്ച് അറിയാം. HK എന്നാൽ കുറച്ച് പ്രീമിയം ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. പക്ഷേ നമ്മൾ അവൈലബിലിറ്റി കുറച്ച് കുറവാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ HK സൈലൻസറിൻ്റെ. അപ്പം അതിൻ്റെ ഷോർട്സ് നാളെ 8 തരാട്ടെ വീഡിയോ. അപ്പോൾ രാത്രി കണ്ട് അതിൻ്റെ പ്രത്യേകിച്ച് കാണില്ല. അത്യാവശ്യം ഓയിലിൻ്റെ ഒരു കിടപിടിക്കുന്ന ഒരു ക്വാളിറ്റിയുള്ള സാധനമാണ് HK കേട്ടോ. നല്ല പൈപ്പ്, നല്ല ഗേജ് ഉണ്ട്, പ്ലേറ്റിങ് നല്ല ക്വാളിറ്റി ഉണ്ട്. അതൊരു ഒറിജിനൽ ഒരു സൈലൻസർ വെച്ച ഫീൽ തന്നെ കിട്ടും. ഒരു ഇൻഡോർ ടൈപ്പാണ്, ഇൻഡോർ ടൈപ്പ് സൈലൻസറാണ് വെച്ച HK സൈലൻസർ. പിന്നെ മാറ്റിയിട്ടുള്ള സൈലൻസറിൻ്റെ ബെൻഡ്, സൈലൻസർ 6700 സംതിങ് വില വരുന്നതാണ് സൈലൻസറിൻ്റെ ബെൻഡ്. സൈലൻസർ തന്നെ പിന്നെ അലോയ് വീൽസ് രണ്ടും മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ടയറും ഫ്രഷ് ആണ് ഇട്ടേക്കുന്നത്. 2 ടയറും ഫ്രഷ് ഇട്ടു. പിന്നെ സെൽഫ് സ്റ്റാർട്ടിനെന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ട് സ്പാക്ക് ക്ലച്ച് അസംബിൾ ഒറിജിനൽ 6750 രൂപ അതിന് വില വരും. സ്പാക്ക് ക്ലച്ച് അസംബിൾ കംപ്ലീറ്റ് അങ്ങ് മാറ്റി, ലോക്ക് കിറ്റ് മാറ്റി, ഒരു ഹാൻഡിൽ ബാർ മാറ്റി, അവൻ ഹെഡ്ലൈറ്റ് LED മാറ്റിയിട്ടുണ്ട്, സീറ്റ് അസംബിളി മാറ്റിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടുള്ള പാർട്സുകളാണ് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര തന്നെ വില വന്ന. അലോയ് വീൽസും ടയറിന് നിയർ 20,000 അടുത്ത് വില വരും ആർക്ക് കാണിക്കാം. പിന്നെ സൈലൻസറിൻ്റെ 10 സംതിങ് സൈലൻസറിൻ്റെ വില വന്നു. അപ്പം അങ്ങനെ സ്പ്രേ ക്ലച്ച്, സീറ്റ്, കാർബറേറ്റർ E20 മാറ്റി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചി ഇവിടെ വരുമ്പോൾ തന്നെ കസ്റ്റമർ ഓടിച്ച് വരുമ്പോൾ തന്നെ ഒരു വേറെ ഫ്രണ്ട്സിനെ ഏൽപ്പിച്ചായിരുന്നു. വണ്ടി എടുത്തിപ്പോൾ തന്നെ മൈലേജ് ഇല്ല, അല്ലെ മറ്റേ വണ്ടി ഓടിക്കാൻ തന്നെ പറ്റുന്നില്ല, 10 ഇതിന് മൈലേജ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിച്ചിട്ടില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വണ്ടി സത്യം പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ പെട്രോൾ ഒഴിച്ചിട്ടില്ല ടാങ്കിൽ. പെട്രോൾ ഒഴിക്കാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞോടെ വിചാരിച്ചാൽ ഫ്രഷ് ടാങ്കിൽ പെയിന്റ് അടിച്ചുകൊണ്ട് പെട്രോൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും 1 വീക്കെങ്കിലും വെയിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ ഫ്യൂൽ ഇതിലൊന്നും ഉപയോഗിക്കുള്ളൂ. അപ്പം ഏതായാലും ഫ്യൂൽ ഉപയോഗിച്ച് നാളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് ഓടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഔട്ട് എടുക്കണം. എൻ്റെ ഹെഡിന് ചെറിയ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഹെഡ് അയച്ചു, അത് ഡീകാർബണൈസ് ചെയ്തു. അതേമാതിരി ഹെഡിൻ്റെ സ്റ്റഡ് ഒന്ന് പൊട്ടി കിടക്കുമായിരുന്നു. കാർബറ്റിന് അഡാപ്റ്ററിൻ്റെ ഒരു LNGൻ്റെ ഒരു ബോൾട്ട് ഉണ്ട്, ആ ബോൾട്ട് പൊട്ടി കിടക്കുമായിരുന്നു. അത് അയച്ച് ലെയ്ത്ത് കൊടുക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ടും ഒരു എക്സ്ട്രാ ചിലവ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ക്ലാസിക്കിൻ്റെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു എൻജിൻ ഗാർഡ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ റീപ്ലേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അത്യാവശ്യം പിന്നെ എന്ന് പറഞ്ഞാൽ വയറിംഗ് കിറ്റൊക്കെ പഴയ മോളിലെ വയറിംഗ് കിറ്റ് തന്നെ ഇതിൽ നിലനിർത്തുകയാണ് ചെയ്ത്. പിന്നെ ഹാൻഡിൽ ബാർ സ്വിച്ച് ആണെങ്കിൽ ഞാൻ മാറ്റിയിട്ടില്ല. പിന്നെ ഗ്രിപ്പ് സെറ്റ്, ഹാൻഡിൽ വെയിറ്റ് ക്രോമിലേക്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് രണ്ടും സ്റ്റോക്ക് തന്നെയാണ്. കമ്പനി ഇതിലുണ്ടായിരുന്ന സ്റ്റോക്ക് ഗ്ലാസിനാണ്, വണ്ടിയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഗ്ലാസ് തന്നെയാണ്, റിയർ മിററിനാണ്. അപ്പോൾ ഞാനതിന് പോളിഷ് ചെയ്ത് ഇട്ട് വൃത്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് പ്രൈസ് കട്ടിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അത്യാവശ്യം 100 രൂപ ലാഭിച്ച് കസ്റ്റമർ ചെയ്താൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാകും. കാരണം മാക്സിമം പ്രൈസ് 3 ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അത് മാക്സിമം ഞാൻ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ബില്ല് ചെയ്തേക്കുന്നത്. മാക്സിമം എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുക ചെയ്തിട്ട് തന്നെ ബില്ല് കൊടുത്ത് പിന്നെ കസ്റ്റമറിന് മാക്സിമം എടുത്ത് കിട്ടും. ഏതായാലും ഈ ഒരു വണ്ടി ഒരു പഴയ ക്ലാസിക് ആണെങ്കിലും പിന്നെ സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഈ ഒരു രീതിയിലേക്ക് നമ്മൾ വണ്ടി വീഡിയോ കണ്ടിട്ടോ അത് കണ്ടിട്ടോ നോക്കുന്ന സമയത്ത് ഈ പാർട്സുകളൊക്കെ മാറ്റാനുണ്ട് എങ്കിൽ, അപ്പം ഞാൻ പറഞ്ഞ ഈ സൈലൻസർ അസംബ്ലി കംപ്ലീറ്റ് പോയിട്ടുണ്ട്,
അതുമാതിരി സെൽഫിൻ്റെ ഒരു ബുദ്ധിമുട്ട്, സെൽഫ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അതുപോലെ അലോയ് വീൽസ് വിടണമെന്നുണ്ട്, 2 ടയർ മാറ്റണം, സീറ്റ് പോയിട്ടുണ്ട്. അതുമാതിരി മഡ് ഗാർഡ് അസംബ്ലി, ബാക്ക് ടെയിൽ ലൈറ്റ് അസംബ്ലി, നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡേഴ്സ്, ഈ ഒരു സംഗതി കംപ്ലീറ്റ് ഈ ഒരു രീതിയിലേക്ക് വണ്ടി ആക്കി എടുക്കുന്ന സമയത്ത് ഏകദേശം എത്ര കോസ്റ്റ് വരും. ഇപ്പോൾ ഇതിലിപ്പോൾ നിലവിൽ ബാറ്ററി Z9 ബാറ്ററി ആയിരുന്നു, 40Ah ബാറ്ററി വെക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനും നല്ല ഒരു പ്രൈസ് വരും. ബാറ്ററി വെച്ചിട്ടുള്ള ബാറ്ററി കമ്പനി Z9 ബാറ്ററി നിങ്ങളുള്ള ലെങ്ത്തുള്ള ബാറ്ററിയാണ് BS4 വരുന്നത്. അപ്പോൾ അത് ഹൈറ്റ് കുറവായിരിക്കും, ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ബാറ്ററി കേസിൽ അത് കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് ആ ബാറ്ററി മാറ്റണം. പിന്നെ 2 ഫുട് റെസ്റ്റ് അസംബ്ലി, ബാക്ക് ഫുട് റെസ്റ്റ് അസംബ്ലി മാറ്റിയതാണ്. പിന്നെ ലോക്ക് കിട്ടിയതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ മീറ്റർ 2 സ്പീഡോ മീറ്റർ ആണെങ്കിൽ ആംപിയർ മീറ്റർ ആണ് പഴയ തന്നെ ആ ഒരു ക്ലാസിക് ലുക്ക് കിട്ടാൻ വേണ്ടി സ്പീഡോ മീറ്റർ അത് തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് മാറ്റിയിട്ടില്ല. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ റിംഗ് ആണെങ്കിലും കൂടെ ഒരു പഴയ ഹെഡ്ലൈറ്റിൻ്റെ റിംഗ് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വീതി കൂടിയിട്ടുള്ള റിംഗാണ് പിന്നെ പുതിയ വണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ വീതി കുറഞ്ഞ റിങ്ങിലേക്കാണ് ഞാനിത് ചെയ്തേക്കുന്നത് കേട്ടോ. അത്യാവശ്യം വണ്ടി ഓവറോൾ ഓക്കെയാണ്. നിങ്ങളെ അഭിപ്രായം പറയാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ പഴയ വണ്ടികൾക്ക് മാത്രം കണ്ടിട്ടുള്ള 6 യൂണിറ്റിൻ്റെ പ്ലേറ്റ് ഇവിടെ കാണാം. അപ്പോൾ ഇത് ഒരു ഭംഗിയുള്ളതായിരുന്നു തുടക്കത്തിൽ വന്ന വണ്ടികൾ. പിന്നെ അത് കണ്ടിട്ടില്ല. പിന്നെ 6 യൂണിറ്റ് പുറകിലേക്ക് മാറ്റിയിട്ടുണ്ട്. 6 യൂണിറ്റ് പ്ലേറ്റ് ആണ്. എന്നാൽ ഈ 6 യൂണിറ്റ് പ്ലേറ്റ് കിട്ടാനുണ്ട്. ഒരു വിൻറ്റേജ് ലുക്കിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇത് ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങി സാധനം കിട്ടാനുണ്ട്. ഇത് വാങ്ങിക്കുന്ന 400-500 റുപ്യൻ്റെ റേഞ്ചിൽ മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റിനുള്ളൂ. ഇപ്പോൾ നമ്മളെ ചില പാർട്സിൻ്റെ ചില സ്റ്റോക്കിസ്റ്റ് അടുത്ത് ഉണ്ടാവില്ല. അതിൽ 6 യൂണിറ്റ് പ്ലേറ്റ് കൊടുത്ത് മഡ്ഗാർഡിൻ്റെ മുകളിലൊക്കെ നമ്പർ പ്ലേറ്റ് കൊടുക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഒന്ന് ലുക്ക് വൈസ് കുറച്ചുകൂടെ ഒരു നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇതിപ്പോൾ ഞാൻ ഒരു ക്ലാസിക് വണ്ടി ഇതേമാതിരി വിൻറ്റേജിലേക്ക് മാറ്റുന്നുണ്ട്. അതിന് ഞാനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഓൾറെഡി BS3 ആണ്. ഇത് ഈ ഒരു ഹോൾഡർ ഉണ്ട്, 6 യൂണിറ്റ് ഹോൾഡർ ഉണ്ട്. അപ്പോൾ ഏതായാലും അത് കുറച്ച് ഭംഗിയായിരിക്കും കേട്ടോ, വണ്ടിയിൽ ഹെവി ലുക്ക് കിട്ടും. പിന്നെ ഇത് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു വണ്ടി ക്ലാസിക് ലുക്കിലേക്ക് ES ലുക്കിലേക്ക് പോയി സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ പറ്റില്ല. ആ ഗോൾഡ് സ്ട്രൈപ്പ് ഉണ്ടാവുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഇത് ES എന്നുള്ള ആ ഒരു ലുക്കിലേക്കാണ് വണ്ടി മാറ്റി. മഡ്ഗാർഡ് ബാക്ക് മാറ്റി. ഏതായാലും ക്ലാസിക്കിനേക്കാളും കംഫർട്ടായിരിക്കും യാത്ര. പിന്നെ ഷോക്ക് അബ്സോർബർ നമ്മൾ സ്റ്റാൻഡേർഡിലേക്കെല്ലാം മാറ്റി ഒരു ഗ്യാസ് സ്റ്റോക്കിനെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണെങ്കിൽ പ്രൈസ് ഞാൻ അറിയാൻ ഈ ഒരു വണ്ടി ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പഴയ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പോയിട്ടോ. അതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യും, മെമ്മറി ഫുള്ളാകും. ഡിലീറ്റ് ചെയ്യുന്ന സമയത്തിന് കൂടെ പോയി പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു ഈ വണ്ടിയുടെ. അപ്പോൾ ഏതായാലും ഇതിന് വന്നിരിക്കുന്ന റേറ്റ് വിത്തൗട്ട് ബാറ്ററി 1,02,750 രൂപയാണ് ഈ വണ്ടിക്ക് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പം മാക്സിമം നമ്മളൊരു കയ്യിലുള്ള വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആക്കണം എന്ന് ഈ ഒരു പ്രൊഡക്റ്റ് കംപ്ലൈൻ്റ് ആണ് എങ്കിൽ നിങ്ങൾ നിർബന്ധം ഈ ഒരു പ്രൈസ് എങ്ങനെയാലും നിങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം ഈ ഒരു OE പാർട്സ് എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഒരു വില മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ അടുത്ത് നിന്ന് എടുത്താലും വേറെ സ്ഥലത്ത് നിന്ന് ഒരു റുപ്യയുടെ ഇവിടെ നിന്ന് കുറഞ്ഞ് കിട്ടില്ല. നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് വെക്കേണ്ട ഒരു വില കുറഞ്ഞ് നിൽക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പാർട്സുകളൊന്നും തന്നെ എവിടെ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ പോയാലും ഇന്ത്യൻ്റെ ഏതൊരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഈ പാർട്സിന് വില കുറവുണ്ടാവാനല്ലോ. ഒറിജിനൽ പാർട്സിന് എവിടെയും വില കുറവുണ്ടാവില്ല. MRPയിൽ നമുക്ക് സാധനം കിട്ടുള്ളൂ. അപ്പോൾ അത്രയും മാർജിനിലാണ് സാധനങ്ങൾ ആളുകൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാറ്റുന്നുണ്ട്. പിന്നെ ലേബർ കോസ്റ്റ് രീതിയിൽ ഇപ്പോൾ 5, 2, 3, 4, 5 ഒക്കെ മാറ്റമുണ്ടാവും. അത് എടുക്കുന്ന എടുക്കുന്ന വർക്കേഴ്സിൻ്റെ എക്സ്പീരിയൻസും അവരിതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അതുമാതിരി പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളിലാണെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കുന്ന പെയിൻറ്റും അതിൻ്റെ ക്വാളിറ്റിയും പെയിൻറ്റിൻ്റെ അറിയാലോ, പെയിൻറ്റിൻ്റെ പ്രൈസ് ഏതും സ്റ്റാർട്ട് ചെയ്യുന്ന ഏതുള്ള അവസാനിക്കുന്നുണ്ട്. അതേമാതിരി അതിൻ്റെ പ്രിപ്പറേഷന് പിന്നെ അതിന് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് ആ ഒരു വണ്ടി ഫിനിഷിങ്ങിന് വേണ്ടി എഫേർട്ട് എടുത്ത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആളുകൾ അതിനനുസരിച്ച് ലേബർ ചാർജ് വാങ്ങും. അതല്ല വെറുതെ മുകളിൽ പാറ്റി അടിക്കുന്ന ആളുകളാണെങ്കിൽ അതിനനുസരിച്ച് ലേബർ കുറച്ച് വാങ്ങിക്കും. അതെന്തായാലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത രീതിയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ പെയിൻറ്റിങ്ങിനും ലേബറിന് ചെറിയൊരു ഡിഫറൻറ്റ് പ്രതീക്ഷിക്കുക. അതല്ലാതെ ഒരു കാര്യങ്ങളിലും നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും പ്രതീക്ഷിക്കേണ്ട ഈ റേഞ്ച് വരും എന്നുള്ളതാണ്. അപ്പം ചില ആളുകൾ അനാവശ്യമായിട്ട് ബില്ലിട്ട് ഒക്കെ എടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 150-നും 160-നൊക്കെ രജിസ്റ്റർ ചെയ്ത് ഇറക്കിയ വണ്ടികൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ മാക്സിമമാണ് ഒരു വണ്ടിയിൽ മാറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ റീപ്ലേസ് ചെയ്യാത്തതായിട്ട് ഒരു വണ്ടിയിൽ ഏതൊക്കെയാണോ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഏതൊക്കെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് അത് കസ്റ്റമർ തന്നെ ചോദിച്ചറിഞ്ഞത് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് സംഗതി. സൈലൻസറിൻ്റെ ബെൻഡൊക്കെ അതിൻ്റെ മുമ്പ് റീപ്ലേറ്റ് ചെയ്തിട്ട് ഓട്ടായി പോയതാട്ടോ. ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കേട് പിന്നെ അതൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു. ഹോളായിപ്പോയി സൈലൻസർ 2 ഹോളായിപ്പോയി. നമുക്ക് പ്ലേറ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആയിപ്പോയി. അതുകൊണ്ട് സൈലൻസർ നമുക്ക് ആ ഒരു കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അലോയ്സിന് കയറി നല്ല പ്രൈസിലാണ് ഇപ്പോൾ അലോയൊക്കെ പുറത്തൊക്കെ കൊടുക്കുന്നത്. നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അതോടൊപ്പം നിർബന്ധിതമായിട്ട് നമുക്ക് ഇതൊന്നും വാങ്ങിച്ച് വെക്കാൻ താല്പര്യമില്ല കേട്ടോ. എനിക്ക് അലോയ്സ് വരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രൈസ് കസ്റ്റമറോട് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലൊരു വിഷമം. നമ്മൾ പോയത് കൊടുത്ത് 5, 8, 9 കൊടുത്തിരുന്ന അലോയ്സൊക്കെ ഇപ്പം നല്ല 13, 14, 15 ആൾക്കാർ വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്.
പുതിയ സ്റ്റോക്ക് വരുന്ന സമയത്ത് പുതിയ പിന്നെ ബ്രാൻഡൊക്കെ ആയി വരുമ്പം എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി കൂടുതലാണെന്നോ ക്വാളിറ്റി കുറവാണല്ലോ അതിനേക്കാളും എന്തോ അറ്റൻഡ് ആയിട്ടുണ്ട് പറഞ്ഞിട്ടൊക്കെ ആളുകൾ നല്ല വിലയ്ക്ക് വിൽക്കുന്നുണ്ട്. അത് പേഴ്സണലി എനിക്ക് ആലോചിച്ചതിൻ്റെ ബിസിനസ് ഇല്ല. അപ്പം ചോദിക്കുന്ന ആൾ ഞാൻ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് വാഹനം എടുത്തത് അവർക്ക് വല്ലാതെ 10-500 എനിക്ക് കുറച്ച് തരും. അതൊന്നും വേണ്ട, അത് ട്രാൻസ്പോർട്ടിങ് ചാർജിങ് ആയിട്ട് അതങ്ങൾ പോവുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അലൈസ് സെയിൽ എൻ്റെ അടുത്ത് ആരും കോൺടാക്ട് ചെയ്യണമെന്ന് ഞാൻ ഇതൊരിക്കലും നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അത്രയും പ്രൈസാണ് ഇപ്പോൾ സാധനത്തിനൊന്നും ഉള്ളതെന്നുള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ സാധാരണ സ്പോക്ക് വീലൊക്കെ മാറ്റാൻ താല്പര്യമില്ലാണ്ട് സ്പോക്ക് വീലും കംപ്ലൈൻ്റ് ആയിട്ട് അലോയ്സിലേക്ക് മാറ്റാവുന്ന കുഴപ്പമുള്ള 10 രൂപ എന്തായാലും സ്പോക്ക് വീൽ സെറ്റ് പുതിയ വാങ്ങി വെച്ച് വെക്കും. അതനുസരിച്ച് ചെറിയ മാറ്റേ വരുള്ളൂ. അല്ലെങ്കിൽ നിലവിൽ തന്നെ കൊണ്ട് കിടക്കാൻ പറ്റും, കൊണ്ട് ചെയ്താൽ മതി. പിന്നെ സെൽഫ് സ്റ്റാർട്ടിനൊക്കെ എന്ന് പറഞ്ഞാൽ ലോക്കൽ ബാരിയം കൊണ്ട് ചെയ്യുകയാണ് കുറച്ചുകൂടി കോസ്റ്റ് നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 4000 രൂപയോളം ആ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അതേമാതിരി സൈലൻസിൻ്റെ ബെൻഡും ആഫ്റ്റർ മാർക്കറ്റ് കിട്ടാലും ചെറിയ പാതികയായിട്ടും നമ്മൾ കട്ട് ചെയ്യാൻ ആ ഒരു പ്രൈസ് കട്ട് ചെയ്യാൻ പറ്റും. സൈലൻസറും കുറച്ച് കുറഞ്ഞ് കിട്ടാൽ അത് നമുക്ക് പ്രൈസ് കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ഇപ്പം ഇതിൽ ഓയി പാർട്സുകളാണ് മുൻകാട് ഏത് കാരണം ഓയി പാർട്സിന് അതിലൊന്നും യാതൊരു രീതിയിലും ചെറിയ ഡിഫറൻറ്റ് മാത്രം അതിലൊക്കെ പ്രതീക്ഷിക്കാവും. ഒരു 5, 6, 7 രൂപേൻ്റെ മാറ്റം മാത്രം അതിൽ കട്ട് ചെയ്യാൻ മാക്സിമം അതിൽ അത്രേ വരുള്ളൂ. ഒരു 5 രൂപേൻ്റെ മാറ്റേ വരുള്ളൂ. അത് നമ്മൾ കട്ട് ചെയ്ത് ആഫ്റ്റർ മാർക്കറ്റ് ഇടുകയാണെങ്കിൽ തന്നെ. അതല്ലാതെ ബാക്കി ഓയി പ്രൊഡക്ഷനും യാതൊരു കട്ടിങ്ങും നമുക്ക് നടക്കില്ല. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു കാര്യം വീട്ടിൽ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ആരെയായിട്ട് ബന്ധപ്പെടുമ്പോൾ എനിക്ക് ഈ ഒരു വണ്ടീൻ്റെ മുകളിൽ ഇത്ര പൈസ വരും എന്നുള്ളത് എങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത്ര ക്യാഷ് നമ്മൾ മുടക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ആ ക്യാഷ് ഒഴിഞ്ഞ് കിടക്കുന്ന ക്യാഷ് കണ്ട് മാത്രം ഇതൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ വെറുതെ പിന്നെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി റീസ്റ്റോർ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട്. കാരണം അതുകൊണ്ടൊന്നും പിന്നെ ചില ആളുകൾ വണ്ടി നല്ല രീതിയിൽ കൊണ്ടെടുക്കുന്ന ആൾക്ക് അത് വേണം, എന്നാൽ ഇല്ലാത്ത പൈസ ഒഴിവാക്കിയിട്ട് അത് രണ്ടുപേരും ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ നറുക്കെടുക്കുന്ന ആളും ബുദ്ധിമുട്ടാവും, നിങ്ങളും ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് പൈസ കിട്ടിക്കോണമെന്നുണ്ടാവില്ല. അപ്പോൾ എടുത്ത് നമ്മൾ കയ്യിൽ നിന്ന് കഴിച്ച കൊണ്ട് ഇറക്കുന്ന സമയത്ത് പ്രോപ്പറായ സമയത്ത് ഫണ്ട് നമുക്ക് ആ സമയത്ത് കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ടാവും. ഫൈറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി കസ്റ്റമർ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ വണ്ടി പണിയാൻ കൊടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു പ്രൈസ് ഒഴിഞ്ഞ് കിടക്കുന്ന പൈസ നിങ്ങളുടെ വണ്ടി നന്നാക്കി പോകും. അങ്ങനത്തെ ആളുകൾ മാത്രം രജിസ്റ്റർ ചെയ്യുക. അല്ലാത്ത ആളുകൾ അത്യാവശ്യം നല്ല വൃത്തിയിൽ കൊണ്ടെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എളൊരു അഭിപ്രായം കേട്ടോ. നമുക്കിപ്പോൾ എന്തായാലും രജിസ്റ്റർ ചെയ്താലും ഇപ്പോൾ സർവീസ് ചെയ്താലും മറ്റേ ആൾക്കാർ ഏതായാലും പണിക്കൂലി കിട്ടുള്ളൂ. അത് ചിലപ്പോൾ ചില സമയത്ത് സർവീസ് ചെയ്യുന്ന പൈസൻ്റെ അത്രയും കൂടി ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നഷ്ടമാണ് ഉണ്ടാവുക. കാരണം അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടത് ചില ഭാഗങ്ങളിൽ. അപ്പോൾ അതിനൊന്നും എക്സ്ട്രാ കോസ്റ്റ് ലേബർ നമുക്ക് ഇടാൻ പറ്റില്ല. നമുക്ക് ഒരു ഫിക്സഡ് റേറ്റ് ആണല്ലോ. അപ്പോൾ എത്രയും എങ്ങനെ ഔട്ട്ലുക്ക് ഉണ്ടാക്കും ചിലപ്പോൾ നമ്മൾ പണിത് എത്ര തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നമുക്കൊരു വിശ്വാസം ആ ഒരു കാര്യങ്ങളുള്ള ആളാണ്. മിക്കവാറും അത് വൃത്തിയാക്കി ദിവസം സമയം പിന്നെയും അങ്ങനെ പോകും. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.